ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ? അപ്പം ഇന്ന് നാഷ്ടക്ക് കടലക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ദോശയും കടലക്കറിയാണ്. ദോശ പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി കലക്കിയിട്ടുള്ള ദോശ അല്ലേ, നീർദോശ. അങ്ങനെയൊക്കെ അന്ന് വീഡിയോയിൽ ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ. നീർദോശ അങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പട്ടാപ്പിയപ്പം എന്നൊക്കെ പറയുക. അപ്പോൾ അതിൽ കടലക്കറിയൊക്കെ വേണ്ടി കടല കുക്കറിലിട്ടു. ചായക്കും വെള്ളം വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പൂച്ചക്കുട്ടി കരണ്ടപ്പാണ്ട് പോയപ്പോഴത്തേനും ചായക്ക് വെള്ളം തിളച്ചു. ഞങ്ങൾ ചായ വെക്കുമ്പോൾ കയ്യോടെ വെള്ളത്തിനൊപ്പം പഞ്ചസാരയും ചായപ്പൊടി ഇടുക ചെയ്യുക. ഉമ്മാക്ക് അങ്ങനെ ചായ വെച്ചാലും ഇഷ്ടം. ഇത് ഇവിടുത്തെ ഉമ്മാക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. എൻ്റെ കൂടിയിൽ ഇങ്ങനെ ചായക്ക് വെള്ളം തിളച്ചിട്ട ശേഷമാണ് ചായപ്പൊടി പഞ്ചസാര ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തിളച്ച ശേഷമാണ് ഇട്ടത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ കണ്ടോ, അരിപ്പൊടി നല്ല ലൂസായിട്ട് കലക്കി വെക്കണം കേട്ടോ. എന്നാലും നല്ല കട്ടിയിൽ പാടില്ല, ലൂസിലേ പാടുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പേന അടുപ്പത്ത് വെച്ചു. എന്നിട്ട് എണ്ണ തേച്ചിട്ട് ദോശ ചുടുക. വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അപ്പം കാരണമായിട്ടൊന്ന് അതുണ്ടാക്കാൻ നിന്നത്. ഞാൻ സുൽത്താനും ബാക്കിയുള്ള കുട്ടികൾ മദ്രസ തുറക്കല്ലേ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് മദ്രസ തുറക്കുമ്പോൾ അവർ വീട്ടിൽ പോയി കേട്ടോ, എൻ്റെ കുടിയിൽ പോയിക്കാണ്. അങ്ങനെ ദോശ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പം അതിലേക്ക് അപ്പോൾ അപ്പുറത്ത് കുക്കറിൽ കടല വെന്ത് വരണം. അപ്പം അതിലേക്കുള്ള തക്കാളി സബോളൊക്കെ മുറിച്ച് ശരിയാക്കട്ടെ. അതൊക്കെ മുറിച്ച് ശരിയാക്കി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടോ. കടല വെന്തുക്കണു. അപ്പോൾ ചീഞ്ചട്ടി വെച്ചു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഒരു നുള്ളിടുക. പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും സബോളയും കൂടി ഇട്ടിട്ട് നല്ല മിക്സാക്കിയിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ വാട്ടിയരിക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് അത് നല്ലോണം മിക്സാക്കുക. എന്നിട്ട് കടല അങ്ങനെ ഇട്ടിട്ടാട്ടോ ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ കടലിൻ്റെ ഒപ്പം ഞാൻ വേവിക്കൂല. പക്ഷേ തേങ്ങ അരച്ച് കൂട്ടിയിട്ട് വെക്കുക വെച്ചാൽ മാത്രം ഞാൻ കുക്കറിൽ കടല ഇടുമ്പോൾ അതിൻ്റെ ഒപ്പം തക്കാളി സവാള ഇട്ട് വേവിക്കും. ഇങ്ങനെ സ്വന്തം മസാല പോലെ വെക്കുക വെച്ചാൽ ഞാൻ അങ്ങനെ ഇട്ട് വെക്കുക. അങ്ങനെ കണ്ടോ, കുറച്ച് കോഴി മസാലപ്പൊടിയും പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെച്ചാൽ മല്ലിച്ചപ്പ് ഇടുക, കരിവേപ്പിൻ്റെ ഇല ഇടുക കേട്ടോ. അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എന്നാണ് കടലക്കറി സെറ്റായി വന്നത്. വാവക്ക പണിക്കുമ്പോൾ ചാടിക്കുന്നു. അപ്പോൾ ചാടിക്കണത് നിർത്തില്ല. അപ്പം നിന്ന ഭാഗം നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പൊക്കെ തിന്നില്ല കഴിഞ്ഞാൽ അവർ കട്ടൻ ചായ കുടിക്കുമ്പോൾ അങ്ങനെ പണിക്കും പോയി. ഇതാ കണ്ടോ മൊത്തം പരന്നെടുക്കും. അപ്പോൾ വാവക്ക പോണ നേരത്ത് ആൾക്കാർ പണി സാധനം അതിൽ തരുന്ന സംഭവമായിട്ടത് കാരണം. അപ്പം ഞാൻ കവറുകളും കയറും അങ്ങനെയൊക്കെ ഞാൻ അട്ടപ്പെട്ടിൽ ഇട്ട് വെക്കും. അതൊക്കെ വലിച്ചിട്ട് കേട്ടോ. അതിൻ്റെ പുറമെ നമുക്ക് രാവിലത്തെ തിരക്കിൻ്റെ കണ്ടോ വീതിന് മൊത്തം പാത്രം വന്നു. അപ്പോൾ എന്തായാലും അതിലേ പണ്ട് ഞാൻ മൊത്തം ഇല്ല വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുൽത്താൻ കുളിച്ചിട്ട് വന്നു. അപ്പോൾ അവൻ സുൽത്താൻ കുളിച്ച് വന്നപ്പോൾ അവനിക്ക് നാഷ്ട കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നല്ല പണിയുള്ള ദിവസമായിരുന്നു. മൊത്തം നിരന്ന് കിടക്കുകയാണ്. അടുക്കളുള്ളൂ കേട്ടോ, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ അവനിക്ക് ഈ ദോശയും കടലക്കറി ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അവൻ പറയായിരുന്നു അന്ന് സ്കൂൾക്ക് അത് മതിയെന്ന് കേട്ടോ. അപ്പോൾ അത് അവനിക്ക് അങ്ങനെ ദോശയും കടലക്കറി അവനിക്ക് ആക്കി സ്കൂൾക്കുള്ള റെഡിയാക്കി. പക്ഷേ എന്താ സംഭവം ഉണ്ടായി, ഇന്ന് നേരെ വെയിറ്റ് എഴുതിയിട്ട് എന്താ വെച്ചാൽ ഞാൻ സ്കൂൾക്ക് കൊണ്ടാക്കുന്നത് ബസ്സിൽ പോവുകയും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ബസ് പോയി, അത് നമുക്ക് ഒരു ജാതിയായിട്ട് നിൽക്കണേ. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത വീട്ടിലത്തെ കുട്ടികൾ കൊണ്ട് ഓട്ടോറിക്ഷയിൽ അവനെ അങ്ങനെ കൊണ്ടാക്കി വിട്ടയച്ചിട്ടോ. അത് കേട്ട് ഇങ്ങോട്ട് വന്നു. ആ മീൻകുട്ടി കിടക്കുന്നത് നോക്കിയേക്ക്, കുട്ടികളതായി ടപ്പൻ്റെ ഇട്ട് കേട്ടോ. എന്താ വെച്ചാൽ അവരങ്ങോട്ട് കൊണ്ട് ഓടും. അവർ കുറച്ച് പാലെടുക്കട്ടെ പറഞ്ഞിട്ട് അവരെ തുറന്ന് വിടുകയാണ്. പുറത്ത് വിടാൻ പറ്റില്ല കേട്ടോ. മീയനെ വെച്ചാലും പുറത്ത് വിടാൻ പറ്റില്ല, നല്ല നായക്കുള്ള ശല്യമാണ്. അതാണ് മീയക്കുട്ടീനെ കെട്ടിയിട്ട് എപ്പോഴും. എന്താ വെച്ചാൽ പുറത്തിട്ടപ്പോൾ അടിയത്തെ താത്താൻ്റെ വീട്ടിൽ തന്നെ 2 പൂച്ചകളെ നായ്ക്കൾ അടിച്ചു വന്നു. അതാണ് ഇവിടെ എപ്പോഴും കെട്ടിയിടുന്നത്. ഞങ്ങൾ വാതിലൊക്കെ അടിച്ചിട്ട് ഞാൻ അടക്കവാതിലൊക്കെ അടച്ചിക്ക് ശേഷം മാത്രം തുറന്ന് വിടണം. എന്താ കയറ് പോയിടും. അപ്പോൾ അവളിങ്ങനെ ഉള്ളിൽ കൂടെ ഇവിടെ നടക്കും കേട്ടോ. ഇല്ല വെച്ചാൽ ഞാൻ അടക്കവാതിലൊക്കെ തുറന്ന് ഇടുക വെച്ചാൽ ഞാൻ അവളെ കെട്ടിയിടുക ചെയ്യുക. അപ്പോൾ മക്കളച്ഛൻ ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം അതുപോലെയൊക്കെ അടിച്ച് വാരി ഇനി തുറക്കാൻ പോകും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ വെള്ളിയാഴ്ചയല്ലേ വാവക്കാക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി തുണി ഷർട്ടും തേക്കുകയാണ്. പഠിച്ച് വരലൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാണിക്കട്ടോ. ഇനി വീതന ഒതുക്കാണ്ട് അടുക്കള നിലഭാഗമൊക്കെ വൃത്തിയാക്കി. അപ്പം അതിന് വാവക്ക് വന്ന് പള്ളിക്ക് പോകണം. അങ്ങനെ വാവക്ക പള്ളിക്ക് പോയി. പിന്നെ ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ക്ലീനാക്കിയിട്ടൊക്കെ ഉണ്ടോ.
അപ്പം അതിൻ്റെ ഇടയിൽ ചോറ് വെച്ച് കൂട്ടാൻ വെച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് അതിലെടുത്ത് കൂടില്ലേ വീഡിയോ പറഞ്ഞിട്ട് അപ്പോൾ എടുത്തിട്ടില്ല. അപ്പം ഇന്ന് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഇടയിൽ നാർനോമ്പിൻ്റെ പെരുന്നാളിന് പറഞ്ഞിട്ട് അടിയത്തെ വീട്ടിലത്തെ താത്ത നെയ്ച്ചോറ് ഇറച്ചിക്കറിയും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. കച്ചമ്പർ, നെയ്ച്ചോറ്, ഇറച്ചിക്കറി. അപ്പം ഞാൻ ഉണ്ടാക്കിയത് വെറും ചോറ്, പിന്നെ പരിപ്പും മുരിങ്ങക്കായ് ഉരുളൻ കഴിഞ്ഞിട്ടുള്ള ചാറ്, പിന്നെ ഉണക്കമീൻ വറുത്തത്, പിന്നെ ഇന്നലത്തെ കൈപ്പക്ക പൊരിച്ചതും ഉണ്ടാകുന്നു കേട്ടോ. കൈപ്പക്കയും മുളകൊക്കെ പൊരിച്ചതുണ്ടാകുന്നു. അപ്പം ഞാൻ മാത്രമല്ലേ വെച്ചോളൂ. വാവക്കാക്ക് പിന്നെ നെയ്ച്ചോറും കൊടുക്കാനിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആ തിരക്കും ഒക്കെയും കഴിഞ്ഞു. പണിയുടെ തിരക്കൊക്കെ കഴിഞ്ഞു. രാവിലെ പറഞ്ഞാൽ നല്ലൊരു പണിയല്ലേ. എന്നിട്ട് ഞാൻ തുടക്കാൻ പോകും കേട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ചവിട്ടിയൊക്കെ കൊടുന്നിട്ട് എന്താ വെച്ചാൽ ഇത് നമ്മളാരും വീഡിയോ പിടിക്കാറില്ല. നമ്മൾ ഈ കൈ കൊണ്ട് ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വേഗം ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത്. മറുത്തും ചവിട്ടിയിടാൻ പോകും കേട്ടോ. അപ്പം എല്ലാം വൃത്തിയാക്കിയൊക്കെ പറഞ്ഞിട്ട് ഉള്ളിക്കൊട്ടൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പം അതിലത്തെ സാധനങ്ങൾ വട്ടച്ചട്ടീൻ്റെ മൂടിയിൽ വെച്ചതാണ്. ഉള്ളി പാത്രം കണ്ടോ കഴിച്ച് നോമ്പിന് കഴുകി വെച്ചതാണ്. അപ്പം ഞാൻ ഒന്ന് ഇതും കഴുകി വെക്കട്ടെ പറഞ്ഞിട്ടേ. അപ്പം അതൊക്കെ വൃത്തിയായി കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വോയിസ് കൊടുത്തിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ ഞാൻ അത് മൊത്തം വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. പിന്നെ വാവക്ക അതിൻ്റെ ഇടയിൽ വന്ന് വാവക്ക ചോറ് കഴിച്ചിട്ട് പോയിട്ടോ. പള്ളി പിരിഞ്ഞ് വന്നിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നില്ല. ഞാൻ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഒരു മിനി വ്ളോഗ് പോലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും സപ്പോർട്ടും ചെയ്യുക കേട്ടോ. കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് ഇനിയും വീഡിയോ എടുത്തിടാനുള്ള ഞാൻ വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇനിയും 1.5 ഡേയിൽ എടുത്ത് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലാണ് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇട്ടാൽ. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ കൈപ്പക്ക പറഞ്ഞതില്ലേ, ഞാൻ വീട്ടിൽ ഉണക്കിയിട്ട് കൊണ്ടാട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാണത് നല്ല മുരിഞ്ഞിട്ട്. ഇനി ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.